ഹായ്. അപ്പം നമ്മളിന്ന് തേർഡ് ഡേ ഓഫ് തായ്ലൻഡ് ട്രിപ്പിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നോച്ച് വില്ലേജ്, ടൈഗർ പാർക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം ഉച്ച വരെ 2 മണി വരെയൊക്കെയാണ് ഉള്ളു. ഇന്നലെയും 1:30 ആ ഒരു ടൈം വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പിന്നെ നൈറ്റ് ലൈഫായിരുന്നു. അതുപോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ വഴിയെ കാണാം. ഓക്കെ. നമ്മൾ ആദ്യം നോച്ച് വില്ലേജിലേക്കാട്ടോ പോകുന്നത്. ആ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടെ നമ്മൾ എത്തി. അവിടെ പുറത്താണെങ്കിലും ഒരുപാട് ഡൈനോസേഴ്സിൻ്റെ ഒക്കെ കുറേ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന ഡൈനോസറുകൾ, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഡൈനോസറുകൾ. മൊത്തത്തിൽ പുറം തന്നെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന തരത്തിലാണ് അവിടെ ഉള്ളത്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് നിന്നതിന് ശേഷം നമ്മുടെ ഡ്രൈവർ നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ കാക്ടസ് കൊണ്ടുള്ള ഒരു ഗാർഡനാണ് കേട്ടോ. എന്തു ഭംഗിയാണെന്നറിയോ? കല്ലുമുൾച്ചെടിയാണെന്ന് തോന്നുന്നു. മുൾച്ചെടി കൊണ്ട് ഇങ്ങനെ ഒരു ഗാർഡൻ ഞാൻ ആദ്യമായിട്ടായിരുന്നു ലൈഫിൽ കാണുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ എനിക്കും മുൾച്ചെടിക്കും ഒരേ കളർ പോലെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ആനയുടെ ഇതിലൂടെ ഇങ്ങനെ നടന്നു. അത്യാവശ്യം നല്ല നാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ആനകളൊക്കെ ഭയങ്കര നല്ല എൻജോയിങ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ ഷോപ്പുകളുള്ളിടത്തോടൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡാൻസാണ് കണ്ടത്. അതൊരു ഏകദേശം ഒരു അരമണിക്കൂർ വരെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ട്രിപ്പിലെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പരിപാടിയാണ് ഈ ആനകളുടെ പരിപാടി. ആനകൾ ഫുട്ബോൾ കളിക്കുന്നത്, ആനകൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത്, അങ്ങനെ കുറേ രസമുള്ള പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇവനാണ് എൻ്റെ ഹീറോ കേട്ടോ. എനിക്കിവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അതിൽ കുറച്ച് നടന്നു. അവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സഫാരി ഇങ്ങനെ വണ്ടിക്ക് നമ്മളിങ്ങനെ കുറേ സ്ഥലത്തൂടെ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് ഇറക്കി ഇങ്ങനെ പക്ഷികളുടെ കൂടെയൊക്കെ നിന്നിട്ട് 100 ബാത്താണ് പറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 263 രൂപയോളം വരും ഇതിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കുറച്ചുകൂടെ വണ്ടിക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോയി ഒരുപാട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം. നോച്ച് വില്ലേജ് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടൈഗർ പാർക്കിൽ പോയി നമ്മളൊരു സഫാരി ചെയ്തു. അതിൽ നമുക്ക് ഈ ടൈഗറിനെ നമുക്ക് ഒരുപാട് അടുത്തുനിന്ന് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ആദ്യമായിട്ടായിരിക്കും നമ്മൾ ലൈഫിൽ ഇത്ര അടുത്തുനിന്ന് കാണുക. അതിൻ്റെ കൂടെ ഞാൻ പോയിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി 710 ബാത്ത് അങ്ങനെ എന്തോ ആണ് വരുന്നത്. ഇത് എഴുന്നേറ്റപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. എനിക്ക് ഇച്ചിരി മൃഗങ്ങളെക്കുറിച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. പിന്നെ നമ്മൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളൊരു ബോട്ടിന് ഇവർ അങ്ങ് അറ്റത്ത് കൊണ്ടുവിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കടകൾ നോക്കി പതുക്കെ നടന്ന് തിരിച്ചു വരണം. അപ്പം ഇതും നല്ലൊരു രസമുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വെള്ളത്തിനൊരു ചീഞ്ഞ നാറ്റമായിരുന്നെങ്കിലും ഈ പോകുന്നതും ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ബിഗ് ബുദ്ധയാണ് കാണാൻ വേണ്ടി പോയത്. വലിയൊരു ബുദ്ധൻ്റെ പ്രതിമയാണ് അവിടെ ഉള്ളത്. അപ്പം അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇത് നമ്മൾ പട്ടായ മൊത്തം കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇന്നത്തെ ദിവസം ആക്ച്വലി നല്ല വെർത്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ദിവസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ടയേർഡായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.